പാലക്കാട് ചിറ്റൂരിലെ കള്ള് ഷാപ്പിൽ നിന്നെടുത്ത രണ്ടാം സാമ്പിളിലും ചുമമരുന്നിൻ്റെ സാന്നിധ്യം. നേരത്തെ പൂട്ടിയ നവക്കോട് കള്ള് ഷാപ്പിലെ കള്ളിലാണ് ബെനാഡ്രിലിൻ്റെ സാന്നിധ്യം കണ്ടത്. ഷാപ്പ് ലൈസൻസിക്കെതിരെ വീണ്ടും കേസെടുക്കും. ശ്രീജിത്ത് ശ്രീകുമാരൻ പാലക്കാട് നിന്ന് ചേരുന്നു. ഗുഡ് മോർണിംഗ് ശ്രീജിത്ത്. യഥാർത്ഥത്തിൽ ഈ നേരത്തെ ചുമമരുന്നിൻ്റെ കാര്യം നമ്മൾ ഈ മോർണിംഗ് ഷോയിൽ തന്നെ പറഞ്ഞിരുന്നു. ഇപ്പോൾ വീണ്ടും ചുമമരുന്ന്. എങ്ങനെയാണ് ഈ കള്ളിനകത്ത് ചുമമരുന്ന് വരുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. എസ്കേൻ, അത് എക്സൈസ് അധികൃതർക്കും മനസ്സിലായിട്ടില്ല. കാരണം ഇതിൽ കുറച്ചധികം കണ്ടന്റുകൾ, അതായത് ബെനാഡ്രിൽ എന്ന ഈ ചുമമരുന്ന് ഉണ്ടാക്കുന്നതിൻ്റെ കണ്ടന്റുകൾ ഈ കള്ളിലുണ്ട് എന്നാണ് പറയുന്നത്. അതല്ലെങ്കിൽ ഏതെങ്കിലും അർത്ഥത്തിൽ ഇതിൻ്റെ ഏതെങ്കിലും രാസപദാർത്ഥം ചേർക്കുന്നതാണോ എന്ന സംശയമാണ് അവരും ഉന്നയിക്കുന്നത്. നേരത്തെ ഏതാണ്ട് ഒരു 2 മാസങ്ങൾക്ക് മുൻപ് നമ്മൾ തന്നെ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തതാണ്. ഏതാണ്ട് ഒരു 6ഓളം ഷാപ്പുകളിൽ ഇത്തരത്തിൽ ചിറ്റൂർ റേഞ്ചിൽ ബെനാഡ്രിൽ എന്ന ചുമമരുന്നിൻ്റെ സാന്നിധ്യം കണ്ടെത്തിയെന്ന വാർത്ത റിപ്പോർട്ട് ചെയ്തതാണ്. അന്ന് പൂട്ടിയ നവക്കോട് ഷാപ്പിലെ രണ്ടാമത്തെ പരിശോധനാ ഫലമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ആ സാമ്പിളിലും കള്ളിൽ ഇത്തരത്തിൽ ബെനാഡ്രിലിൻ്റെ അംശമുണ്ട് എന്നാണ് എക്സൈസ് വകുപ്പ് കണ്ടെത്തിയിരിക്കുന്നത്. കൊച്ചിയിൽ നിന്നുള്ള ലാബിൽ നിന്നുള്ള റിസൾട്ടാണ് ഇന്നലെ വൈകുന്നേരത്തോടു കൂടി ചിറ്റൂർ സർക്കിളിൽ ലഭിച്ചിരിക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ കേസെടുക്കാൻ നിർദ്ദേശിച്ചു. ഇന്നലെ ഈ നവക്കോട് ഷാപ്പിൻ്റെ ഉടമയ്ക്കെതിരെ, ലൈസൻസിക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. ലൈസൻസുകളുടെ ഒരു വാദം, ഇത് പൂർണ്ണമായി നടത്തുന്നത് തങ്ങളല്ല, ചില തൊഴിലാളികളാണ് നടത്തുന്നത്. അതിൽ ചില തൊഴിലാളികളോട് പിരിഞ്ഞു പോകാൻ ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ വിരമിക്കൽ പ്രായം കഴിഞ്ഞിട്ടും പിരിഞ്ഞു പോകാത്ത ചില തൊഴിലാളികൾ ഇത്തരത്തിൽ ഇടപെടൽ നടത്തുന്നുണ്ടോ എന്നൊരു സംശയം ഈ ലൈസൻസുകളും ഉയർത്തുന്നുണ്ട്. അവർ ഹൈക്കോടതിയിലടക്കം ഈ വിഷയത്തിൽ പോയിരിക്കുകയാണ്. എന്തായാലും ഇത് ഗുരുതരമായ പ്രശ്നമാണ്. ഈ ബെനാഡ്രിൽ പോലുള്ള രാസപദാർത്ഥം അല്ലെങ്കിൽ രാസവസ്തു ഇതിൽ ചേർക്കുന്നത് അതൊരു വിഷത്തിന് തുല്യമാകുമെന്ന വിലയിരുത്തലാണ് ഇപ്പോൾ എക്സൈസ് വകുപ്പിനുള്ളത്. കൂടുതൽ ഷാപ്പുകളിൽ പരിശോധന നടത്തുമെന്നാണ് ഇതിനകം തന്നെ അറിയിച്ചിട്ടുള്ളത്. ഈ നവക്കോട് ഷാപ്പ് എന്തായാലും പൂട്ടിക്കിടക്കുകയാണ്. ഇനി ലൈസൻസ് പുതുക്കി നൽകില്ല എന്ന ഒരു വിവരമാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് നൽകാൻ കഴിയുന്നത്. എസ് കെ എൻ.